രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ കോൺഗ്രസിൽ പുതിയ പ്രസിഡന്റിന് വേണ്ടിയുള്ള വലിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പല പേരുകൾ ഉയർന്നു കേൾക്കുന്നു. പക്ഷേ ഗ്രൂപ്പിന് അതീതമായ ഒരു പേര് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇതിനകത്ത് ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം അത് എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചേ പറ്റൂ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ്. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. വളരെ രണ്ട് പ്രധാനപ്പെട്ട കൃത്യമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിരുന്നത്. ഒന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം, അതിനോടൊപ്പം തന്നെ ഈ MLA സ്ഥാനം. ഇത് രണ്ടും കൂടി കയ്യിൽ വെച്ചുകൊണ്ടുള്ള അഹങ്കാരം അങ്ങ് തലയ്ക്ക് പിടിച്ചതിൻ്റെ ഒരു അധപ്പതനമാണ് നമ്മളിപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കണ്ടിരിക്കുന്നത്. ഇരട്ടപ്പദവി കോൺഗ്രസിൽ പണ്ട് ഈ ഇരട്ടപ്പദവി ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഇന്നേ വരെ ഒഴിവാക്കിയിട്ടില്ല. ഞാനിവിടെ ഇപ്പം MLA ആയിരിക്കുന്ന ആൾ തന്നെയല്ലേ KPCC പ്രസിഡന്റായിട്ടിരിക്കുന്ന സണ്ണി ജോസഫ് അല്ലേ? അതുപോലെ തന്നെ UDFന്റെ കൺവീനറായിട്ടിരിക്കുന്നത് ആള് MP ആണ്. എന്തിനാണ് ഈ ഇരട്ട പദവി കൊടുക്കുന്നത്? ഇതെല്ലാവർക്കും ഇതങ്ങനെ വീതം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിനകത്ത് വേറെ പ്രശ്നം വരുത്തില്ല എന്നുള്ളതാണ്, കലഹം വരുത്തില്ല. CPMനകത്തും ഇതുണ്ട്. ഇപ്പം നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ എന്താ MLA കൂടിയല്ലേ, ഒപ്പം CPMന്റെ സെക്രട്ടറി. അത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറിയതും കൂടിയാണെന്ന് പറയാം. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ കൃത്യതയായിരിക്കും. ഇവിടെ എന്ത് കാര്യത്തിനാണ് ഇത്തരത്തിലുള്ള ഇരട്ടപ്പദവി കൊടുക്കുന്നത്? കാരണം ഓരോ ഇതിനകത്ത് ഇപ്പം KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുടെ ജോലി വളരെ വലുതാണ്. പിന്നെ MPക്ക് അതിൻ്റെതായ ജോലികളുണ്ട്. എന്നിട്ട് തന്നെയാണ് കൊടിക്കുന്നിൽ ഇത് KPCC അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി വടംവലി നടത്തിയതാണ് അല്ലേ? MP സ്ഥാനം വരെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് രണ്ടും കൂടി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ യൂത്തിനിടയിലുള്ളത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പം കിട്ടിയ ഈ MLA പദവി എന്ന് പറയുന്നത് പെട്ടെന്ന് കയറി വന്നതാണ്. പെട്ടെന്നൊരു വളർച്ച, അതുപോലെ തന്നെ പതനവും സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ആരെങ്കിലും മറ്റേ പണ്ടൊരു പഴഞ്ചൊല്ല് പറയല്ലോ അല്ലെ, ചാവാൻ കാത്തിരുന്നു അടുത്ത ആൾക്ക് അവിടെ ഇരിക്കാൻ. അയ്യോ, കോൺഗ്രസിനകത്താണ് എങ്ങനെ ഒരാളെ പുറത്ത് ചാടിക്കാമെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ തന്നെ MLA സ്ഥാനം രാജിവെച്ചിരുന്നുവെങ്കിൽ അടുത്ത കോൺഗ്രസിൽ നിന്ന് ആരും മത്സരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് വരെ ചർച്ച നടന്നു കാണും. അടിയും തുടങ്ങി. പിന്നല്ലാതെ അല്ല, ഇപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വലിയ അടിയാണ് നടക്കുന്നത് ആ സ്ഥാനത്തേക്ക് വരാനായിട്ട്. ഇതിനിടയ്ക്ക് പറഞ്ഞു കേട്ട പേര് അഡ്വക്കേറ്റ് JS അഖിലിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന അരിത ബാബുവാണ്. അരിത ബാബുവിന് പക്ഷെ അത് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആൾ അവിടെ പ്രസിഡന്റായിട്ട് വരുമ്പോൾ ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് പോകത്തില്ല. അരിതബാബു ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലും കായംകുളത്ത് മത്സരിക്കാൻ പോവുകയാണ്. അത് പിന്നെ അവർക്ക് വലിയൊരു പ്രതീക്ഷയാണ്. 2021 വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇറങ്ങിയത്. ആ മണ്ഡലത്തിൽ പിന്നെ പ്രിയങ്കാ ഗാന്ധി വരെ ചെല്ലുകയുണ്ടായി. അത്ര ഒന്ന് ഇളക്കി മറിക്കാനായിട്ട് അതിൻ്റെ കൂടെ ഈ പാൽക്കാരി എന്നൊക്കെ വിളിച്ച് അരിതബാബുവിനെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ അരിതബാബു അറിയപ്പെടുന്ന ഒരു യുവ നേതൃത്വത്തിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ ആ പദവിയിലേക്ക് വരുന്നത് കൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലെടുക്കും. പിന്നെ ഇതിനകത്ത് പല ഗ്രൂപ്പുകളുണ്ടല്ലോ. ഗ്രൂപ്പിനകത്ത് വരുന്നതിൽ അങ്ങനെ ഒന്നും വരാതെ സുസമ്മതരായിട്ടുള്ള ആരെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതും ആലോചിക്കുന്നുണ്ട്. അതിനൊരു പക്ഷെ പറ്റിയത് ഏതെങ്കിലും തരത്തിൽ ഒരു വനിത തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വന്നാൽ അത് നന്നായിരിക്കും. കാരണം വനിതകളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ ഇപ്പോൾ. അതെ, അത്തരത്തിലുള്ള വിഷയം നിൽക്കുന്നത് കൊണ്ട് പിന്നെ സ്ത്രീകൾക്ക് അവഗണിക്കുന്നു എന്നുള്ള ഇത് വരുത്തില്ല. അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു. പക്ഷെ കോൺഗ്രസിനകത്ത് അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം അത് പലതരത്തിലും വെട്ടാനായിട്ട് പല ആൾക്കാരും പല വഴികളിൽ നിന്ന് വാളുവെടുത്ത് നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാരെന്ന് പറയുന്നത്.
ഇതിനകത്ത് ഇപ്പോൾ പറ്റിയതെന്ന് പറയുന്നത് ഒന്നുകിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതാകുമ്പോൾ ഒരുപക്ഷെ ആ ഒരു പദവിക്ക് എന്തുകൊണ്ടും യോജിക്കുന്ന ഒരാളായിരിക്കും. നമുക്കറിയാം, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ അച്ചൂമ്മൻ്റെ പേരും പറഞ്ഞിരുന്നു അവിടെ മത്സരിക്കും എന്നുള്ളത്. അച്ചൂമ്മനോ ചാണ്ടി ഉമ്മനോ എന്നുള്ളത് അത് അവർക്ക് വിട്ടുകൊടുത്തു പാർട്ടി. ഈ അച്ചൂമ്മൻ നിന്നാലും വിജയിക്കുമായിരുന്നു, ആര് നിന്നാലും വിജയിക്കും കോൺഗ്രസിൽ നിന്ന്. കാരണം അതൊരു വലിയ തരംഗമാണ്. പിന്നെ കോൺഗ്രസിലെ ഏതെങ്കിലും ഒരാൾ നിന്നാൽ അവിടെ ജയിക്കും, പക്ഷെ ഭൂരിപക്ഷം ഇത്രയും വരുത്തില്ല. ഉമ്മൻചാണ്ടിയുടെ മക്കൾ ആരെങ്കിലും ഒരാൾ നിന്നതുകൊണ്ടാണ് അത്രയും ഭൂരിപക്ഷത്തിലേക്ക് ഉയർത്തിയത്. അതിനിപ്പോൾ ആ മണ്ഡലം അവർക്ക് തുടർന്നും നിലനിർത്തി പോരാനായിട്ട് സാധിക്കും. കാരണം അതേ തരത്തിൽ ഉമ്മൻചാണ്ടിയുടെ അതേ തരത്തിൽ തന്നെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട് ചാണ്ടി ഉമ്മൻ. പിന്നെ ചാണ്ടി ഉമ്മനും ഈ ഒരു നേതൃനിരയിലേക്ക് വന്നാലും തെറ്റില്ല. പക്ഷെ ഒരു വനിതയ്ക്കാണ് ഈ അവസരത്തിൽ കൂടുതൽ സാധ്യത കാണുന്നത്. ചാണ്ടി ഉമ്മന് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചില രീതികളും ഒക്കെ തന്നെ, ചാണ്ടി ഉമ്മനല്ല അച്ചുമ്മന് കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്നതുമാണ്. ഉമ്മൻചാണ്ടിയുടെ 2-3 മക്കളുള്ളതിൽ ഒരാൾക്ക് മാത്രം ഇതിനകത്ത് വലിയ താല്പര്യമില്ല, മറിയ ഉമ്മൻ. രാഷ്ട്രീയത്തിൽ അവിടെ അത്ര താല്പര്യം കാണിക്കുന്നില്ല. പക്ഷെ അച്ചൂമ്മന് രാഷ്ട്രീയത്തിനോട് താല്പര്യം കാണിക്കുന്നുണ്ട്. ആ സ്ഥിതിയിൽ കഴിഞ്ഞ കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിക്കുമെന്ന ചർച്ച വന്നിട്ടുള്ളതാണ്. അതുപോലെ 2026 ആറന്മുള മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അവിടെ വീണ ജോർജിനെതിരെ ക്രൈസ്തവ വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. കോൺഗ്രസിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് വീണ ജോർജിനെതിരെ വലിയൊരു വികാരം അവിടെ നിൽക്കുന്നുണ്ട്. CPM-നകത്ത് തന്നെ എതിരഭിപ്രായവും നിൽക്കുന്ന സ്ഥിതിക്ക് അച്ചൂമ്മൻ അവിടെ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ അവിടെ പണ്ട് ശിവദാസൻ നായരായിരുന്നു വിജയിച്ചുകൊണ്ടിരുന്നത്. ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയാണ് 2016 വീണ ജോർജ് നിയമസഭയിലെത്തുന്നത്. അപ്പം അച്ചൂമ്മൻ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന ഒരു നേതൃപാഠവും ഒക്കെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ ആ ഒരു പൊളിറ്റിക്കൽ സ്കൂളിൽ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണല്ലോ അച്ചൂമ്മൻ. അപ്പോൾ പാർട്ടിയെ, യൂത്ത് കോൺഗ്രസിനെ നയിച്ചു കൊണ്ടു പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വനിതാ നേതൃത്വം വരുമ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ കുറച്ച് കളങ്കമൊന്ന് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം മാങ്കൂട്ടത്തിലിന് MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ടില്ല. MLA സ്ഥാനം കൈവശമുണ്ട്. നിയമസഭയിൽ ഏകനായിട്ടിരിക്കുമായിരിക്കും. പക്ഷെ എന്തു പറഞ്ഞാലും കോൺഗ്രസ്സുകാരൻ തന്നെ ആണല്ലോ. ഇത്രയും കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണല്ലോ ആ കോൺഗ്രസിന്റെ ടിക്കറ്റിൽ നിന്ന് അവിടെ പാലക്കാട്ട് നിന്ന് മത്സരിച്ചതും വിജയിച്ചതും. അപ്പൊ അതുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ കോൺഗ്രസ്സുകാരനല്ലാതാകുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിയമസഭയിൽ ഒറ്റയ്ക്കിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അപ്പൊ ഇതിനകത്ത് എത്ര നാളെന്ന് സംശയമുണ്ടല്ലോ. കാരണം ഇലക്ഷൻ സമയം വരുമ്പോൾ പറയും നേതാവിനെ തിരിച്ചെടുത്തു. അതുപോലെ അതല്ല, വേറൊരു സംഭവം വരുന്നുണ്ട്. പാലക്കാട് MLA വേണ്ടേ? MLA അവിടെ എത്താതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ MLA അവിടെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള എതിർപക്ഷത്തിന്റെ അഭിപ്രായം ഒക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ ഒരു യുവവനിതാ നേതൃത്വം വരുമ്പോൾ ഈ കാര്യങ്ങളിൽ ഒരു വിശദീകരണം കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ഒരു ചെറിയൊരു ലേശം കളങ്കം ഒന്ന് മാറ്റിയെടുക്കാനും കഴിയും. അതിന് ഒരുപക്ഷെ നല്ലതായിരിക്കും അച്ചൂമ്മൻ്റെ വരവ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.